ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ ബലേനോയുടെ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്യേണ്ടായിരുന്നു, പക്ഷേ അതിനിടയ്ക്ക് വേറെ പല ലോഞ്ചും പ്രൈസും സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഇത് ആ സമയത്ത് കവർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ വണ്ടി അധികം ലേറ്റ് ആവാതെ ഒരു 3-4 മാസത്തിനുള്ളിലൊക്കെ ഇനിയിപ്പോൾ ഇവിടെ ലോഞ്ച് ആവാനുള്ള വണ്ടിയായിട്ടാണ് പറയപ്പെടുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു സ്പൈ ഷോട്ട്സ് ഒക്കെ കാണുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാം. 2022 ഈ കാണുന്ന പുതിയ ജനറേഷൻ ഓർ ഒരു വളരെയധികം മേജർ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വണ്ടി ലോഞ്ച് ആയത്. ആൻഡ് ഇതിൻ്റെ അകത്ത് അവർ അത്യാവശ്യം ചേഞ്ചസ് വരുത്തിയായിരുന്നു. 2014 ഇറങ്ങിയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ബോഡി വെയിറ്റ് കൂട്ടി, സേഫ്റ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ പാനൽസും കാര്യങ്ങളെല്ലാം മാറ്റി ഇൻറ്റീരിയറിൽ ഒരുപാട് വ്യത്യാസം വന്നു. അതിനുശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നത്. ആൻഡ് ഇതൊരു മേജർ ഫേസ് ലിഫ്റ്റ് ഒന്നുമല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് മൈനർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആണ് എന്ന് പറയാം. എന്തായാലും ഈ ടെസ്റ്റിംഗ് വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ഡിഫറൻസ് ഈ വാഹനത്തിൻ്റെ ഗ്രില്ലിലാണ്. നേരത്തെ നമുക്ക് ഏകദേശം ഇതുപോലത്തെ, പക്ഷെ എന്നാൽ കുറച്ചും കൂടെ താഴത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലായിരുന്നു കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്തെ ഡിസൈൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും ഗ്രില്ലും എല്ലാം ഒരു ലെവലിൽ പോകുന്ന ഒരു ഫിനിഷിലാണ് കിട്ടുന്നത്. അതായത് വേറെ താഴത്തേക്ക് എക്സ്ട്രാ ഒരു തള്ളി നിൽപ്പോ സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിലും ഡെഫിനറ്റ്ലി ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വ്യത്യാസം വന്നായിട്ട് കാണാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ ആകപ്പാട് താഴത്തെ ഇൻ്റർകൂളറും അതുപോലെ എയർ ഡാമിൻ്റെ ഏരിയ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ഫ്രണ്ടിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഡിഫറൻസ്. എനിക്ക് ഹെഡ് ലാംപ്സ് കണ്ടിട്ട് വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്തെ എലമെൻസിൽ അവർ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തുമായിരിക്കും. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ഇയർ DRLs, അതായത് 3 എലമെൻസ് ഉള്ള DRLs വരുന്നതിൽ വ്യത്യാസമില്ല. പിന്നെ ഓവറോൾ ഹെഡ് ലാമ്പിൻ്റെ ഷേപ്പിലും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അവരിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ ഏകദേശം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ സിൽവർ വീൽസുമായിട്ട് വളരെ സിമിലർ ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നി. 16 ഇഞ്ച് വീൽസ് തന്നെയായിരിക്കും, കാരണം ഈ പ്രീമിയം ഹാച്ച് ബാക്സ് കാറ്റഗറിയിൽ 16 ഇഞ്ചാണ് ഏറ്റവും വലുത്. പിന്നെ SUVസിലേക്ക്, അതായത് സപ്പോമീറ്റർ SUVസിലേക്ക് പോയാലാണ് കുറച്ചും കൂടെ സൈസ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഇതിന് 16 ഇഞ്ചിൻ്റെയൊക്കെ ധാരാളം ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഡിസൈൻ ആണെങ്കിലും കുറച്ചും കൂടെ അവർക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഡിസൈൻ കൊടുക്കാമായിരുന്നു. നമുക്ക് ആൽഫയിലാണ് ഡ്യുവൽ ടോൺ കിട്ടുന്നത്. ഇതിനകത്തൊക്കെ സിൽവർ വീൽസ്, അതായത് സീറ്റ വേരിയൻറ്റിലൊക്കെ അവർ സിൽവർ വീൽസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കി സൈഡ് പ്രൊഫൈൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഡോർ ഹാൻഡിൽസ്, ഡോറിൻ്റെ ഡിസൈൻ, സൈഡ് ബോഡി പാനൽസ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇൻഫാക്ട് ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയൊക്കെ ബോഡി പാനൽസ്, ബമ്പർ ഹെഡ്ലൈറ്റ് ഗ്രിൽ അതല്ലാതെ വേറെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. റിയർ പ്രൊഫൈലാണ് ഈ വാഹനത്തിൽ ഏറ്റവും കുറവ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ വളരെ സിമിലർ ആയിട്ടുണ്ട്. ചിലപ്പോൾ അഗൈൻ നേരത്തെ പറഞ്ഞല്ലേ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലുള്ളൂ. ബമ്പറിൻ്റെ ഡിസൈനും അവർ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അത് ഫേസ് ലിഫ്റ്റിൽ ചെറുതായിട്ട് മാറ്റുമല്ലോ, പക്ഷേ അതുമാത്രമേ ഉള്ളൂ. ബൂട്ടിൻ്റെ ഡിസൈൻ സെയിം ആണ്. നമുക്ക് വിൻഷീൽഡിൽ താഴത്ത് വരുന്ന ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്, അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന, റിയർ വൈപ്പർ, വാഷർ ഡിഫോഗർ, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. അതൊക്കെ സെയിം ആണ്. ഈവൻ നമ്മുടെ സൈഡ് മിറേഴ്സിൻ്റെ ഡിസൈൻ, അതിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ 360 ഡിഗ്രി ക്യാമറയുടെ ചെറിയ ബൾജിങ്, എല്ലാ കാര്യങ്ങളും പഴയതുമായിട്ട് വളരെ സിമിലർ ആയിട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇൻറ്റീരിയറിൻ്റെ ഡയറക്റ്റ് ഇമേജസ് കിട്ടിയിട്ടില്ല, പക്ഷേ ചെറിയ കുറച്ച് ഫോട്ടോസ്, അതായത് ഇൻറ്റീരിയറായിട്ട് നമുക്ക് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അതായത് അവരിപ്പോൾ വിക്ടോറിയസിൽ 10 ഇഞ്ചസിൻ്റെ ഒരു പുതിയ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. UI ഒക്കെ ഏകദേശം 9 ഇഞ്ച് പോലൊക്കെ തന്നെയാണ്. സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്തോ തന്നെയാണ് അതിൻ്റെ പേര്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ബലേനോയിൽ ഇപ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. സോ അത് മാറി 10 ഇഞ്ചിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അവർ ഇനിയിപ്പോൾ വരാൻ പോകുന്ന അപ്ഡേറ്റഡ് വണ്ടികളെല്ലാം ഈ ഒരു 10 ഇഞ്ച് സ്ക്രീനാണ് കൊടുക്കേണ്ട സാധ്യതയുള്ളത്. നമുക്കിപ്പോൾ ബ്രസ ഫേസ് ലിഫ്റ്റ് വരാനുണ്ട്, അതിനകത്തും ഈ സെയിം സംഭവം തന്നെയായിരിക്കും. പിന്നെ 360 ഡിഗ്രി ക്യാമറ, വയർലെസ് ചാർജർ, അതുപോലെ നമ്മുടെ HUD തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഓൾറെഡി ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണെന്നൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് സൺറൂഫ് കൊടുക്കാം, കാരണം ഒരു ഡിസൈറിൽ സൺറൂഫ് ഓൾറെഡി കൊടുത്തു. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സും ഫ്രണ്ടിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നൊരു സംഭവമാണ്. എന്തായാലും ഡാഷ്ബോർഡ് ഡിസൈനിൽ എനിക്കിപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ കണ്ടിട്ട് വേറെ അധികം വ്യത്യാസം വന്ന പോലും തോന്നുന്നില്ല. മാരുതി നോർമലി എങ്ങനെ വ്യത്യാസം വരുത്താറില്ല. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ അതുപോലെയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. ഇതിനകത്താണെങ്കിലും AC വെൻസിൻ്റെ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. എൻ്റെ താഴത്ത് വരുന്ന മറ്റേ സിൽവർ എലമെൻസും അതുപോലെ ഡാഷ്ബോർഡിൻ്റെ സൈഡിലുള്ള സിൽവർ ആക്സൻസും എല്ലാം ഏകദേശം അതുപോലെയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഓവറോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്കിപ്പോൾ നിലവിൽ എലക്ട്രോസിലാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഫീച്ചേഴ്സും അതുപോലെ ഒരു പ്രീമിയം ക്യാബിൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. കാരണം എലക്ട്രോസിന് 1 വർഷം മുന്നേ എന്തോ ആണ് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തത്. i20ക്കാണ് പിന്നെ കുറച്ചും കൂടെ മുന്നേ ഫേസ് ലിഫ്റ്റ് കിട്ടിയത്. പക്ഷേ അതും ഇപ്പോഴും അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ബലേനോയിലും നമുക്ക് 2022 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ആവശ്യത്തിന് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പ്രീമിയം ഹാച്ച് ബാക്സ് ഒരുപാട് അങ്ങോട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ആകെപ്പാടെ നമുക്ക് i20യിലും എലക്ട്രോസിലും സൺറൂഫ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയിൽ ഇതില്ല. ബാക്കി ചേഞ്ചസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല ചേഞ്ച് ആയിരിക്കും.
ഇനി ഈ ഫീച്ചേഴ്സൊക്കെ മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് മെക്കാനിക്കലി ഒരുപാട് ചേഞ്ചസ് വരേണ്ട കാര്യമില്ല. പ്ലാറ്റ്ഫോമൊക്കെ ഹാർടെക് പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വിഫ്റ്റിൽ പുതിയ Z12 എഞ്ചിൻ കണ്ടു. സെറ്റ് സീരീസ് 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 83 PS പവർ, 112 Nm ടോർക്ക് അത്രയും കണ്ടതിന് വരുന്നുള്ളൂ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബലേനോ K12N എഞ്ചിൻ, അതായത് ഡ്യുവൽ ജെറ്റ് വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് 90 PS 113 Nm ടോർക്കുമാണ് വരുന്നത്. ഏകദേശം 2 Nm ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ഒരു 7 PS അടുത്ത് പവറും കുറഞ്ഞായിട്ട് നമുക്ക് കാണാം. അത് സ്വിഫ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു. അതായത് ആ എഞ്ചിൻ ഇനീഷ്യലൊക്കെ അത്യാവശ്യം ഉണ്ട്, പക്ഷേ മിഡ് റേഞ്ച് ഭയങ്കര ഫ്ലാറ്റാണ്, ടോപ്പിൻ്റെ അത്യാവശ്യം ഫ്ലാറ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് K12 എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ K12 അധികം ഫ്ലാറ്റ് സ്പോട്ട്സ് ഇല്ല, അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ലീനിയർ ആയിട്ടാണ് അത് വലിക്കുന്നത്. ഡ്യുവൽ ജെറ്റ് ആയപ്പോൾ ആ ഒരു ലീനിയർ നേച്ചർ കുറച്ചും കൂടെ ഒരു മൈലേജ് ഫോക്കസ് ആയിട്ട് കുറച്ചു. പക്ഷേ എന്തായാലും 3 സിലിണ്ടർ എഞ്ചിൻ്റെ അത്രയും കുറച്ചിട്ടില്ല. നമുക്ക് 4 സിലിണ്ടർ എപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു സ്മൂത്ത്നെസ്സും അതുപോലെ പവറൊക്കെ ഓഫർ ചെയ്യുമല്ലോ, പ്രത്യേകിച്ച് സുസുക്കിയുടെ K12 എഞ്ചിൻസ്. അത് ഇഗ്നിസിലായിരുന്നു ലാസ്റ്റായിട്ട് അവർ K12M, അതായത് 83 bhp ഉള്ള ഡ്യുവൽ ജെറ്റ് അല്ലാത്ത എഞ്ചിൻ കൊടുത്തിരുന്നത്. അതെന്തായാലും ഇപ്പോൾ നിർത്തിയതോടെ K12Mൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ നമുക്കുള്ള നെക്സ്റ്റ് ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് K12N ആണ്. ഡ്യുവൽ ജെറ്റ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ആ എഞ്ചിനെങ്കിലും ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അധികം വൈകാതെ അതും ഇല്ലാതാവേണ്ട ഒരു സാധ്യതയുണ്ട്. എന്തായാലും ബലേനോയിൽ അവരിനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഇതും എസെൻഷ്യലി ഒരു ഫാമിലി ഹാച്ച് ബാക്ക് ആണ്. ഇതിൻ്റെ അകത്ത് അവർ 4 സിലിണ്ടർ എഞ്ചിൻ കൊടുക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല അവർക്ക്. അതായത് ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രിഫറൻസും മൈലേജ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം അതൊരു ഐഡിയൽ ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് കാണാം. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കിനിയിപ്പം കണ്ടറിയാനേ പറ്റുള്ളൂ. ബാക്കി ചേഞ്ചസ് ഫ്രോങ്സിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, അത് കൊടുത്തിരുന്നെങ്കിൽ അവർ അതിൻ്റെ കൂടെ 1.2 Z12 കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് കൂടുതൽ പവറിനൊരു ടർബോ പെട്രോൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷേ ബലെനോ RSൽ കൊടുത്ത് ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും വീണ്ടും ഒരു ബലെനോയിൽ കൊടുത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാ വീഡിയോസിലും ഒരു ആഗ്രഹം പോലെ പറയുന്നതാണ്, സ്വിഫ്റ്റിൽ ആ Z12 3 സിലിണ്ടർ എഞ്ചിൻ കൊടുത്ത് ഓക്കെ, സാധാരണ ആൾക്കാർക്ക് വേണ്ടവരത് വാങ്ങിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രോങ്സിൽ വിൽക്കുന്നുണ്ടല്ലോ. പണ്ട് ബലെനോ RSൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് പറയാം അത് നിർത്തി പഴയ എഞ്ചിൻ അല്ലായിരുന്നു. പക്ഷേ അവരിപ്പോൾ ഫ്രോങ്സിൽ മാത്രമായിട്ട് ആ പുതിയതല്ല 1 ലിറ്റർ ഡ്യുവൽ ജെറ്റ് എഞ്ചിനുള്ള നമ്മുടെ K10 സീരീസ് ടർബോ പെട്രോൾ എഞ്ചിൻ ഓൺ പേപ്പർ 100 PS പവർ 147 Nm ടോർക്കൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിനാണത്. ടർബോ ഉള്ളതുകൊണ്ടും അവരുടെ ആ ഫ്രീ റവിങ് നേച്ചറൊക്കെ ഉള്ളതുകൊണ്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി പവർ ചെയ്യുന്നുണ്ട് ഫ്രോങ്സിനെ. അത് സ്വിഫ്റ്റിലൊരു ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നെങ്കിൽ വളരെ വളരെ നല്ലൊരു കാര്യമായേനെ. കാരണം സ്വിഫ്റ്റിൻ്റെ ഷാസി ഫ്രോങ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നല്ലതാണ്. ഹാച്ച് ബാക്ക് ആണ്, കുറച്ചുകൂടി ഹൈറ്റ് കുറവാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറവാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പിന്നെ സ്വിഫ്റ്റ് എന്ന് പറയുമ്പം ജനറേഷൻ 1 തൊട്ട് തന്നെ എപ്പോഴും ഹാൻഡ്ലിങ്ങിന് വേണ്ടിയായിരുന്നു അറിയപ്പെടുന്നത്. ജനറേഷൻ 2 വരെ നമുക്ക് സ്റ്റിയറിംഗ് ഫീൽ ഉണ്ടായിരുന്നു. ജനറേഷൻ 3 ഒരു സ്റ്റിയറിംഗ് ഫീലൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലും ഷാസി നല്ലതായിരുന്നു. ജനറേഷൻ 4 ഷാസി 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവരൊന്ന് മോഡറേറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്കിപ്പോഴും സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ഉള്ളൊരു വണ്ടിയായിട്ട് തന്നെ പറയാം. ബലെനോ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിലും സ്വിഫ്റ്റിന് ഹാൻഡിങ് അത്യാവശ്യം നല്ലതാണ്. ആകപ്പാട് ഒരു ഡൗൺ സൈഡിലുള്ളത് എഞ്ചിനാണ്. ഇനിയിപ്പോൾ അവർ വരും കാലങ്ങളിൽ 1 ലിറ്റർ എഞ്ചിൻ ആകപ്പാട് ഫ്രോങ്സിൽ മാത്രം കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് അവർ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാത്തത്. ഫ്രോങ്സിൽ പോലും ടോപ്പിൻ്റെ 2 വേരിയൻസിൽ മാത്രമേ ഉള്ളൂ. ടോപ്പിന് 3 വേരിയൻസ്, ഓട്ടോമാറ്റിക് ആണെങ്കിലാണ് 2 വേരിയൻസിൽ വരുന്നത്. അത് അവർക്ക് കുറച്ചുകൂടെ താഴത്തെ വേരിയൻസും വേറെ കുറച്ച് വണ്ടികളൊക്കെ ഓഫർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ വാങ്ങുമെങ്കിലും ചെയ്തേനെ. ഫ്രോങ്സിൻ്റെ ടോപ്പിൻ്റെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് അതിനധികം സെയിലും ഇല്ലാത്തത്. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.